ഹായ് മക്കൾസ്, ഓണം എക്സാം കഴിഞ്ഞു. ഇനി കുറച്ച് ബുദ്ധിമുട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. കൂടുതലും അതായത് കുറച്ച് വലിയ വലിയ ചാപ്റ്റേഴ്സ് ആണ്. നമ്മൾ ഇതുവരെ കേൾക്കാത്ത പേരുകളും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതായത് മുഗളന്മാരെ പറ്റിയിട്ടുണ്ട്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അതിലൊരു 12ാമത്തെ ചാപ്റ്റേഴ്സ് ഒക്കെ എത്തുമ്പോഴാണ് നമുക്ക് കുറച്ച് ആശ്വാസം കിട്ടുക. കാരണം നമ്മൾ ഓൾറെഡി 10ൽ പഠിച്ചൊരു ചാപ്റ്റർ ആയിട്ടുള്ള നമ്മുടെ മഹാത്മാഗാന്ധിജിയുടെ കാര്യങ്ങളൊക്കെ, അതായത് ഏർലി ലോക്കൽ സ്ട്രഗിൾ, ആദ്യകാല സമരങ്ങൾ, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അതിലെ ക്രിസ്മസ് എക്സാമിന് വരുന്ന ഏറ്റവും ടോപ്പ് ലെവലിലുള്ള ഒരു ചാപ്റ്ററാണ് നമ്മുടെ വിജയനഗര 7ാമത്തെ ചാപ്റ്റർ. വിജയനഗര എന്ന് പറഞ്ഞാൽ അതായത് കർണാടകയിലെ കുറെ കാര്യങ്ങൾ. ഹംപി നിങ്ങൾ കണ്ടിട്ടില്ലേ? ആനന്ദം എന്നുള്ള സിനിമ കണ്ടിട്ടില്ലേ? ആ സിനിമയിൽ കുറെ ഇങ്ങനെ ഹംപിയെ പറ്റിയിട്ടൊക്കെ പറയുന്നില്ലേ, കുറെ ക്ഷേത്രങ്ങളെ പറ്റിയിട്ട്. അപ്പൊ അതിൽ നിന്നുള്ള ഷോർട്ട് നോട്ടിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. അതായത് നമ്മൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഇനി നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2-3 ചാപ്റ്റേഴ്സിലെ ഷോർട്ട് നോട്ട് നിങ്ങൾക്ക് സെറ്റാക്കി തരും. അല്ലെങ്കിൽ എന്തൊക്കെയാണ് ആ ചാപ്റ്ററിൽ പഠിക്കേണ്ടതെന്നുള്ള നോട്ട് കിട്ടും. അപ്പം നോട്ട് കിട്ടുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി. ഒന്ന്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെടുക്കുക. പിന്നെ അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, നമുക്കിത് നിങ്ങൾക്ക് നമ്മുടെ ചാനലിലും കമ്മ്യൂണിറ്റിയിലേക്കാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും നമ്മുടെ ലിങ്ക് ഉണ്ടായിരിക്കും, കമൻറ്റ് ബോക്സിൽ കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ചാനലിൻ്റെ ലിങ്ക് ഉണ്ടായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് തരിക. ₹1 നിങ്ങൾ തരണ്ട. ഇതിന് ഫീസ് ഉണ്ടോ സാറേ? ഇതായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഇതിനൊരു ഫീസും ഇല്ല. ഓക്കെ, കാര്യത്തിലേക്ക് കിടക്കാം. അതായത് നമ്മുടെ ഒരു സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം അല്ലെങ്കിൽ വിജയനഗരത്തെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. ഇതിൽ കുറേ പഠിക്കാനുണ്ട്. പക്ഷെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് ഒന്ന്, കൃഷ്ണദേവരായരുടെ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം. അതായത് കൃഷ്ണദേവരായരുടെ ഇതിന്റെ നോട്ടൊക്കെ നമ്മൾ ഇതിൽ തരട്ടെ, കമ്മ്യൂണിറ്റിയിൽ തരെ. കൃഷ്ണദേവരായർ എന്താണ്? കൃഷ്ണദേവരായരുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ, അതായത് വിജയനഗര സാമ്രാജ്യത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള, ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഒരു ഭരണാധികാരിയാണ്, ഒരു റൂളറാണ്. ആരെന്ന് പറഞ്ഞ്? കൃഷ്ണദേവരായർ. എന്തുകൊണ്ടാണ് കൃഷ്ണദേവരായർ ഇത്ര വലിയ ഒരു ഫേമസ് ആയിട്ടുള്ളത്? അതായത് കൃഷ്ണദേവരായർ എന്തായിരുന്നു? അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ അഷ്ടദിഗജാസ് എന്നുള്ള 8 കവികൾ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരുപാട് സ്ഥലങ്ങൾ കീഴടക്കിയവരായിരുന്നു. പക്ഷെ എത്ര സ്ഥലങ്ങൾ കീഴടക്കി കഴിഞ്ഞാലും രാജ്യത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്ഥലത്ത് പ്രോസ്പെരിറ്റി, ഐശ്വര്യവും പീസ്ഫുൾ, സമാധാനം കൊണ്ടുവരണം എന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തി കൂടിയാണ്. പിന്നെ അദ്ദേഹം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹത്തിൻ്റെ ഒരു തെലുങ്ക് കവിയാണ് എന്തെന്ന് പറഞ്ഞ് അല്ലാസാനി വെഡന്ന എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കുറച്ച് കൃതികളുണ്ട്. അങ്ങനെ പിന്നെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് ക്ഷേത്രങ്ങൾ ഒരുപാടുണ്ടായത്. പിന്നെ അദ്ദേഹത്തിൻ്റെ അമ്മയെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു പട്ടണം ഉണ്ടാക്കിയിരുന്നു, നാഗലാപുരം പട്ടണം. അതൊക്കെ കൂടി ചേർത്ത് എഴുതുമ്പോൾ നമുക്ക് കൃഷ്ണദേവരായർ എന്തുകൊണ്ടാണ് ഇത്ര ഫേമസ് ആയതെന്നുള്ളത് നമുക്ക് എഴുതാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം, അതായത് ഇത്രയും വർഷക്കാലം ഉണ്ടാവാതെ ഒരു പുതിയ ക്വസ്റ്റ്യൻ കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുണ്ട്. തളിക്കോട്ട യുദ്ധം അല്ലെങ്കിൽ രാക്ഷസി തങ്കടി യുദ്ധം. ഇതൊന്നുമല്ല, ഈ പറയുന്ന ഇത് തന്നെയാണ്. എന്താണ് ഈ രാക്ഷസി തങ്കടി യുദ്ധം എന്നാണ് ചോദിക്കുന്നത്. അതായത് ബാനിഹട്ടിൽ വെച്ചിട്ട് നടന്ന ഒരു യുദ്ധമാണ്. ആ യുദ്ധത്തോടു കൂടിയാണ് വിജയനഗരം സാമ്രാജ്യം ഇല്ലാതായി പോകുന്നത്. അതായത് അവിടെ കൊണ്ടുവന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു, അമരനായക സിസ്റ്റം. ആ അമരനായക സിസ്റ്റത്തിലൂടെ പട്ടാളക്കാർ, മിലിറ്ററിക്കാരൊക്കെ കൂടി ഒത്തുകൂടിയിട്ട് ഇവർക്കെതിരെ തിരിഞ്ഞു. അതാണ് ഈ രാക്ഷസി തങ്കടി യുദ്ധം എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നോക്കാനുള്ള അമരനായക എന്ന് പറഞ്ഞ ഇത് തന്നെയാണ്. രാജാക്കന്മാരെന്തായിരിക്കും? ഓരോ മിലിറ്ററി അല്ലെങ്കിൽ ഓരോ സൈനികർക്ക്, ഓരോ തലവന്മാർക്ക് ഓരോ പ്രദേശങ്ങൾ അവരുടെ പേരിൽ കൊടുക്കും. അതായത് അവരവിടെ നോക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അവരെന്ത് ചെയ്തു? മെല്ലെ മെല്ലെ മാറി മാറി രാജ്യത്തിന് നേരെ തിരിഞ്ഞു. അതാണ് ഈ അമരനായക സിസ്റ്റം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ് മഹാനാമി ദിബ്ബ. ആ മഹാനാമി ദിബ്ബയെ പറ്റിയിട്ട് നന്നായിട്ട് നോക്കണം. മഹാനാമി ദിബ്ബയുടെ ആകൃതികൾ, പിന്നെ എന്തുത്സവമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ കാര്യങ്ങളൊക്കെ. മഹാനാമി ദിബ്ബയുടെ നോട്ടും നിങ്ങൾ പഠിക്കണം. അപ്പോൾ മഹാനാമി ദിബ്ബ, അതുപോലെ തന്നെ അമരനായക, തളിക്കോട്ട യുദ്ധം, പിന്നെ കൃഷ്ണദേവരായർ. പിന്നെ അതുപോലെ തന്നെ നോക്കാനുള്ള മറ്റൊരു സംഭവമാണ് വിസിറ്റേഴ്സ്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ട്രാവലേഴ്സ്. ആരെയാണ് മക്കളെ ഈ ട്രാവലേഴ്സ് എന്ന് പറയുന്നത്? അതായത് ഇതിൽ കുറച്ച് ട്രാവലേഴ്സ് ഉണ്ട്. അതായത് യാത്രികർ. നമ്മുടെ അബ്ദുറസാഖ്, പേർഷ്യൻ സഞ്ചാരിയായിട്ടുള്ള അബ്ദുറസാഖ് വിജയനഗരത്തെ കണ്ടപ്പോൾ എന്താണ് പറഞ്ഞത്? ഫെർണാണ്ടോ നൂനീസ്, പിന്നെ ഡൊമിംഗോ പയസ്, ഇങ്ങനത്തെ കുറച്ച് സഞ്ചാരികളുടെ അവർ വിജയനഗരത്തെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അത് എക്സാമിന് ചോദിക്കും. അതിൻ്റെ നോട്ടും നമ്മൾ ഷോർട്ടാക്കിയിട്ട് നിങ്ങൾക്ക് തരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കുറച്ച് പരിസരങ്ങൾ, അതായത് റോഡുകളെ പറ്റിയിട്ട്, പിന്നെ അതുപോലെ തന്നെ സാക്രഡ് സെൻറ്റർ ആയിട്ടുള്ള വിത്താല, ഈ കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററായി. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായിരിക്കും നിങ്ങൾക്ക് ഷോർട്ട് നോട്ട് ആക്കിയിട്ട് തരും. അപ്പോൾ അതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ പറയുന്നത്, നിങ്ങൾക്ക് ഇനി ഇതിൻ്റെ മറ്റുള്ള ചാപ്റ്റേഴ്സൊക്കെ നിങ്ങൾക്ക് ഇതേപോലെ ഷോർട്ട് നോട്ടുകളും ഇതിൻ്റെ എക്സ്പ്ലെയിൻ വീഡിയോ, അതായത് ഈ ചാപ്റ്ററിന് തന്നെ എക്സ്പ്ലനേഷൻ വീഡിയോസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ ജോയിൻ ചെയ്തോളൂ മക്കളെ. ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ, അതായത് വെറും നിങ്ങൾക്ക് എന്തുള്ളൂ, വെറും നിങ്ങൾക്ക് ആ ഒരു ₹3999 മാത്രം വരുന്ന ഒരു ഫീ ആണ്. നിങ്ങൾക്ക് റിഗ്രറ്റ് അടിക്കേണ്ടി വരും ഇതിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ. കാരണം
അത്രക്കും എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കൃത്യമായിട്ട് കുറഞ്ഞ സമയമേ ഉള്ളൂ നമ്മുടെ മുന്നിൽ. ആ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഫുൾ മാർക്കിലേക്ക് എത്തിക്കാനുള്ള ഒരു ബാച്ചാണ് ഫാസ്റ്റ് ട്രാക്ക് ബാച്ച്. അതും കമൻറ്റ് ബോക്സിൽ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. അതിലെന്ത് ചെയ്തോളൂ, പെട്ടെന്ന് ജോയിൻ ചെയ്തോളൂ. ബാക്കി നോട്ട്സും കാര്യങ്ങളൊക്കെ അതിലുണ്ടായിരിക്കും. അപ്പോൾ എങ്ങനെ, ബൈ ബൈ.